ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ സമരം നടത്തിയതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കൾ, യുവജന സംഘടനാ നേതാക്കളൊക്കെ അറസ്റ്റിലാവുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല. അത് സാധാരണമായുള്ള കാര്യമാണ്. ജയിക്ക് അടക്കമുള്ള ആളുകളും അറസ്റ്റും ജയിലും ഒക്കെ നേരിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ നോക്കൂ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ രാവിലെ പുലർച്ചെ 5 മണിക്ക് വീട് വളയുന്നു, ജനലിൽ തട്ടുന്നു. ഈ വ്യക്തിയുടെ അമ്മ പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയൊരു പോലീസ് സന്നാഹത്തെ കാണുന്നു. കാര്യം തിരക്കുമ്പോഴേക്ക് അവർ അകത്തേക്ക് കയറുന്നു. നേരെ കിടപ്പുമുറി എവിടെയാണെന്ന് ചോദിക്കുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു. പോയി വീണ്ടും വാതിലിൽ മുട്ടി അവിടെ കാത്തു നിൽക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരനെ എങ്ങനെയാണോ അറസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. എന്ത് സാഹചര്യം, എന്താവശ്യം? ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസിന് മുമ്പിൽ ഹാജരാകാൻ പറ്റാത്ത ആളാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ആളാണോ? ഒളിവിൽ പോയ ആളാണോ രാഹുൽ മാങ്കൂട്ടം? അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളാണോ അയാൾ? അങ്ങയുടെ തന്നെ റിപ്പോർട്ടറുടെയും അദ്ദേഹം ഉദ്ധരിച്ച ചില ഭാഗങ്ങളിലെയും ഒക്കെ കടമെടുത്താൽ ഇത്തരമൊരു അറസ്റ്റിൽ അസ്വാഭാവികതയില്ല. ഇത്തരം വകുപ്പുകൾ ചുമത്തിയാൽ സ്വാഭാവികമായും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജയിൽ മുറിയിൽ റിമാൻഡിൽ കഴിയാൻ മാത്രമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലായിട്ടുള്ളത്. പിന്നെ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പ്രാഥമികമായി തന്നെ ചോദിച്ചത്, ഇങ്ങനെ പുലർച്ചെ വീട്ടിലെത്തി തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇദ്ദേഹം ഹിസ്ബുൾ മുജാഹിദിൻ്റെ പ്രവർത്തകനാണോ എന്നുള്ളതാണ് ആങ്കറുടെ ചോദ്യം. നന്നായി, ആങ്കർ അല്പകാലം മുമ്പുള്ള കേരളത്തിലെ കുറച്ച് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് നന്നാവും. കാരണം ഞങ്ങളുടെ അടക്കം, ഞാനും ഈ പറയുന്നത് പോലെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലൊക്കെ അല്പകാലം പ്രവർത്തന നിരതനായിരിക്കുകയും ചെയ്തിരുന്ന ആളാണല്ലോ. ഞങ്ങളുടെ അടക്കമുള്ള വീടുകളിൽ എങ്ങനെയായിരുന്നു ഇന്ന് പാവനാത്മക പദവി അവകാശപ്പെടുന്ന UDFന്റെ നേതൃസംഘം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് വന്നത് എങ്ങനെയാണെന്ന് അങ്ങ് മധ്യ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരോടും ഓർമ്മകൾക്ക് മരവിപ്പും സംഭവിച്ചിട്ടില്ലാത്ത ആളുകളോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇടതുപക്ഷക്കാരായിരിക്കണമെന്നൊന്നുമില്ല. ഇടിവണ്ടിയിലായിരുന്നു പോലീസ് വന്നിരുന്നത്. ഇപ്പോൾ പോലീസ് ജീപ്പിലായിരുന്നല്ലോ വന്നത്. ഇടിവണ്ടിയിൽ വന്ന് അടുക്കളയിലൂടെ അതിക്രമിച്ച് കയറി പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന പ്രവർത്തകരെ അതോടുകൂടെ ചവിട്ടിക്കൂട്ടി പോലീസ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ആ പോലീസ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിലും ജയിലിലും എത്തിക്കാതെ ഇടിവണ്ടിയിലിട്ട് ഇടിച്ച് നട്ടല് തകർത്തിട്ടുണ്ട്. എത്ര പേരുടെ കഥ ഞാൻ പറയണം? എത്ര പേരുടെ പേരുകൾ ഞാൻ പറയണം? ഇന്ന് ഞാൻ നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നല്ല കുപ്പായമൊക്കെ ഇട്ട് സുഖലോലുപനായി ഫോൺ ചെയ്ത് മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. 2016 ഫെബ്രുവരി മാസം കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവി ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഫോൺ പോയിട്ട് ഉടുത്തിരിക്കുന്ന തുണി പോലും മാറാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത് ഹിസ്ബുൾ മുജാഹിദിന്റെ ഏത് പ്രവർത്തന ശൈലിയായിട്ടായിരിക്കും ആങ്കർ അതിനെ നിർവചിക്കുക? ആങ്കർ ഓർമ്മിക്കുന്നില്ലേ നമ്മുടെ മുൻ വൈദ്യുതി മന്ത്രി? അത് ശരിയായിപ്പോ ഞാൻ അതുകൊണ്ട് തന്നെയാണല്ലോ ജയിക്ക് അടക്കമുള്ള ആളുകൾ അറസ്റ്റ് നേരിട്ടിട്ടുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ, അങ്ങനെ യുവജന സംഘടനാ നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അറസ്റ്റ് ചെയ്തതുമാണോ ശരിയായ വഴി? അന്ന് അതിനെ JK വിമർശിച്ചിട്ടുണ്ടാകുമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് PK ബിജുവിനെ വിലങ്ങണിയിച്ചു കൊണ്ടുപോയത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് എന്ത് വലിയ പ്രതിഷേധമാണ് അതിനെതിരെ ഉയർന്നത്. ഇങ്ങനെ ചെയ്യുന്നത് പോലീസ് ഇങ്ങനെ യുവജന പ്രവർത്തകരുടെ, വിദ്യാർത്ഥി പ്രവർത്തകരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയായിട്ടാണോ ഇപ്പൊ തോന്നുന്നത്? അതോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് അധാർമികമെന്നും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് പണ്ടുണ്ടായിട്ടുള്ളതല്ലേ എന്നും തോന്നുന്നതാണോ? അപ്പൊ അവിടെയാണ് അങ്ങ് ഈ ചോദ്യത്തിനകത്തെ ഒരു മാരകമായ പ്രശ്നം നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, പുലർച്ചെ 5 മണിക്ക് പോലീസ് എത്തി എന്നുള്ളതാണ്. 5 മണിക്ക് പോലീസ് എത്തുമ്പോൾ നമ്മളെല്ലാവരും വെളുത്ത മുണ്ടും കൊള്ളാവുന്ന ഷർട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിൽ ഒരുങ്ങിയിരിക്കുകയായിരിക്കില്ലല്ലോ. പക്ഷേ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മൊബൈൽ ഫോണിൽ ഫോൺ ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ മാത്രം പര്യാപ്തമായ വസ്ത്രങ്ങൾ ധരിച്ച് സുഖലോലുപനായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് 2016 ഫെബ്രുവരി മാസം വരെ നേരിടേണ്ട വന്ന രംഗങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തുണി മാറാൻ സമ്മതിച്ചിരുന്നില്ല, പല്ല് തേക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇടിച്ച ഇടിയാലെ ഇടിവണ്ടിയിൽ കയറ്റിയതിന് ശേഷം മണിക്കൂറുകൾ നഗരങ്ങളിലൂടെ, പ്രാന്തപ്രദേശങ്ങളിലൂടെ കറങ്ങി നട്ടല് തകർത്ത് പോലീസ് മർദ്ദനമേറ്റിട്ടാണ് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മെഡിക്കൽ പരിശോധന നടത്തിയ വൈദ്യസംഘം ഒരു കാരണവശാലും ജയിൽ മുറിയിൽ ഇദ്ദേഹത്തെ ഇടാൻ പാടില്ല, ജയിൽ വാർഡിലേക്ക്, ആശുപത്രിയിൽ, ജില്ലാശുപത്രികളിലൊക്കെ ഉണ്ടാകാറുള്ള ജയിൽ വാർഡിലേക്ക് ഇദ്ദേഹത്തെ മാറ്റണം എന്ന് തീർപ്പ് കൽപ്പിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ പലരും ജയിൽ വാർഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ശരീരത്തിൽ ഇന്നൊരു പോറലേറ്റോ,
അദ്ദേഹത്തിന് വസ്ത്രം മാറാൻ സമ്മതിക്കാതിരുന്നോ? അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരുന്നോ? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനം ഇന്ന് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? എവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങ് ഓർമ്മിക്കുന്നില്ലേ കോഴിക്കോട് ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ മാധ്യമങ്ങളുടെ അകമ്പടിയോടുകൂടെ വാഹനം വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയത് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ? അത് CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിന്റെ മുൻ വൈദ്യുതി മന്ത്രിയെ അർദ്ധരാത്രി വീടിനുള്ളിൽ കയറിയിട്ടാണ് പിടിച്ചുകൊണ്ടു പോകുന്നത്. ചെറിയ ആളൊന്നും ആയിരുന്നില്ല. ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന സഖാവ് MM മണിയായിരുന്നു. ഇവർക്കൊക്കെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ട വന്നു. ഇവരെ പീഡിപ്പിച്ചു പോലീസ്. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ശരീരത്തിൽ രോമത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അങ്ങ് ഇതിനേക്കാൾ കിരാതമായ പോലീസ് നരനായിട്ട് അനുഭവിക്കേണ്ട വന്നയാളായിരുന്നു കൂത്തുപറമ്പിലെ മുൻ MLA കൂടെയായിരുന്ന സഖാവ് P ജയരാജൻ. അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. അങ്ങേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം RSSന്റെ കൊലപാതക ശ്രമത്തെ അതിജീവിച്ച് ഇപ്പോഴും ശരീരത്തിൽ ബാക്കിയായ ശരീരഭാഗങ്ങളുമായി നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന് നെഞ്ചിന് വേദന വന്നപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതേ ഫ്ലോറിൽ, ഞാൻ ഓർമ്മിക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും പോലീസിനെ കാണുമ്പോൾ നെഞ്ചുവേദന വരില്ല എന്ന്. നന്നായി. ഇപ്പോൾ ആർക്കാണ് നെഞ്ചുവേദന വന്നത്? ഇദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും പോലീസ് തൊട്ടിട്ടില്ല. പക്ഷേ കോടതിയിൽ 2 തവണ പറയുകയാണ്, എനിക്ക് കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ മാത്രം എനിക്ക് കടുത്ത ആരോഗ്യ പ്രശ്നം, എൻ്റെ തലയിൽ രക്തം കട്ടയാകുന്നു, എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നലെ കൊല്ലത്ത് കലോത്സവ വേദിയിൽ ചെന്നപ്പോഴോ അവിടെ നിന്ന് ചാനലുകാരുടെ മൈക്കിന് മുമ്പിൽ നിന്ന് പാട്ട് പാടുന്നു. ചാനലുകാരുടെ മൈക്കിന് മുമ്പിൽ നിന്ന് മറ്റാളുകളോട് സ്വച്ഛന്തമായി വിവരിക്കുന്നു. അപ്പോൾ തലയിൽ ബ്ലഡ് കോട്ടാകുന്നില്ല, അപ്പോൾ കണ്ണിൽ ഇരുട്ട് പകരക്കുന്നില്ല, അപ്പോൾ ചങ്കിന് വേദന ഉണ്ടാകുന്നില്ല. അങ്ങനെ P ജയരാജനെ പരിഹസിച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ശരീരത്തിൽ ഒരു പോറലും ഇറക്കാതെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കോടതിയിൽ ചെല്ലുമ്പോഴോ കണ്ണിൽ ഇരുട്ട് പടരുന്നു, തലയിൽ ബ്ലഡ് ക്ലോട്ടാകുന്നു, നേരെ നിൽക്കാൻ കഴിയുന്നില്ല. 2 തവണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു രേഖയുമായി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്നു. സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ ബോധമുള്ള വൈദ്യശാസ്ത്ര സംഘം പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല, പൂജപ്പുറ സെൻട്രൽ ജയിലിലേക്ക് തന്നെ പോകാമെന്ന് പറയുന്നു. ഞാനിത് സന്ദർഭവശാൽ ഇവിടെ ഓർമ്മിക്കാൻ കാരണം പാതിബന്ധ ശരീരവുമായി ജീവിക്കുന്ന നമ്മളുടെ നാട്ടിലെ P ജയരാജനെ പോലെയുള്ള ആളുകളെ യാതൊരു അന്തസ്സും മര്യാദയും ഇല്ലാതെ പരിഹസിക്കുകയും കേട്ടാൽ അറപ്പുളവാക്കുന്ന വാചകങ്ങൾ കൊണ്ട് അദ്ദേഹം വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്നതുപോലെയാണ് പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത് പൂജപ്പുര SHOയും കണ്ടോൺമെന്റ് SHOയുടെയും തല തകർത്ത് മുഖത്ത് നിന്ന് ചോരയിറ്റിച്ച് വീണ കേസിൽ ഇദ്ദേഹം പ്രതിയായി പോകുമ്പോൾ അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ശിരസിൽ ബ്ലഡ് ക്ലോട്ടാകുന്നു, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇരുട്ട് പകരുന്നു. ഇത്തരം കള്ളവാദങ്ങളാണ് ഇന്ന് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ആസ്പദമായ സംഭവത്തിലുണ്ട്.